ഈ സമയത്ത് ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ മണൽപ്പുറം ഫുള്ളായിട്ട് നിറയും. 1 മണിക്കൂർ കൊണ്ട് ഈ മണൽപ്പുറം ഫുള്ളായിട്ട് നിറയുന്നതാണ്. ഇതാ ഇത്രയും ആളുകൾ ആരതി മണ്ഡപത്തോടടുത്ത് നിങ്ങൾ ആ മുത്തുകുട വെച്ച് കാണുന്ന ആരതി മണ്ഡപമാണ് നവമുകുന്ദന് മുന്നിലുള്ള. ഇവിടെയൊക്കെ ആളുകളെ ഏകദേശം ഇരുന്ന് തുടങ്ങി. തണലുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും സ്വാമിമാരിരുന്നു. നട്ടുച്ച വെയിലാണെങ്കിലും സ്വാമിമാർ മണലിൻ്റെ ചൂടിനൊന്നും വകവയ്ക്കാതെ സ്വാമിമാർ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സേവാഭാരതിയുടെ ചുക്കുവെള്ളം വിതരണമുണ്ട്. ഞാനിവിടെ ചുക്കുവെള്ളം വിതരണം ചെയ്യുന്ന ഈ കൗണ്ടറിലാണുള്ളത്. പരമാവധി നമ്മുടെ സ്വാമിമാർ അവിടുന്ന് വരുന്നവർ, എറണാകുളത്ത് നിന്ന് വരുന്നവർ 8 മണിക്ക് മുമ്പേ ഇവിടെ എത്തിയാൽ നമുക്ക് ആദ്യം ബ്രഹ്മാവ്, പിന്നെ വിഷ്ണു, അത് കഴിഞ്ഞ് ശിവൻ, ത്രിമൂർത്തി സംഘമാണ്. അപ്പോൾ ആദ്യം ബ്രഹ്മാവ്, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ രീതിയിൽ നമുക്ക് തൊഴാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ അഘോരി സ്വാമിമാർ 4000 പേരാണ് വരുന്നത്. അപ്പോൾ അവരെ കാണാനുള്ള സ്വാമിമാർ എല്ലാവരും കൂടി തിരക്കാവുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടോ കാണാനോ ഉള്ള ചില അസൗകര്യങ്ങളുണ്ടാവും. പിന്നെ ഞാൻ ചൊവ്വാഴ്ച ഉണ്ടാവില്ല, തിങ്കളാഴ്ച രാത്രിയോടുകൂടി ഞാൻ പോകും. ഞാൻ ആറുപട വീട് യാത്രയിലാണ്. അപ്പോൾ ഇന്ന് തുടങ്ങി ആണ്ടിയോട്ടും പരിപാടിയൊക്കെ ഇന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ ഇതായതുകൊണ്ട് ഇന്നുകൂടി ഇവിടെ നാളെയും കൂടി ഇവിടെ നിന്നിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാമിമാർ, ശങ്കരമാമൻ്റെ അവിടുന്ന് വരുന്ന സ്വാമിമാർ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനം എടുക്കണം. ഈ അവസാന ദിവസം നമുക്ക് വരാമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു വഴിയില്ല, നിർവാഹവും ഇല്ലെങ്കിൽ നിങ്ങൾ ചൊവ്വാഴ്ച വരെ നിങ്ങൾക്ക് വന്നാൽ ഭഗവാൻ നിങ്ങൾക്ക് അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമ്മുടെ ശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് സുഖമായ ദർശനവും സ്നാനവും എല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. സ്വാമി ശരണം.